നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. പറഞ്ഞു. ഇവിടെ വെച്ചല്ല, നമുക്ക് പുറത്തെവിടെയെങ്കിലും ഒരു ഒഴിഞ്ഞ കോണിൽ വെച്ച് സംസാരിക്കാം. എനിക്ക് കാർ ഡ്രൈവ് ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടില്ല. തൽക്കാലം ഇനിയിപ്പോ നിന്റെ ഡ്രൈവർ വേണ്ട, നമുക്ക് ഒരുമിച്ച് പോവാം. കണ്ണാ, ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട്. അതിന് നിന്റെ ഉപദേശം എനിക്ക് വേണം. അല്ല, അത് ഇവിടെ ഒന്ന് പറഞ്ഞ പോരെ? ഏയ്, അത് പോരാ. എനിക്കെന്തോ ഇവിടെ ഇരിക്കുമ്പോ ഒരു വീർപ്പ് മുട്ടൽ പോലെ. ജീവിതത്തില് ഞാൻ ഇത്രയും സംഘർഷം അനുഭവിച്ചിട്ടില്ല. അതിന് കാരണം എന്താടാ? അതിന് കാരണം നീ തന്നെയാടാ. എന്താന്നറിയില്ല, ഒരുപാട് ദുസ്വപ്നങ്ങളൊക്കെ കാണുന്നുണ്ട്. അതിലുപരി എന്തൊക്കെയോ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുക. നിനക്കിപ്പോ ജോലിയൊന്നും ഇല്ലാത്തോണ്ട് സാമ്പത്തിക പ്രശ്നമായിരിക്കും. എടാ, അതൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. അതൊരു പ്രശ്നം തന്നെയാ. അതിലുപരി ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നീയായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിക്കാന്ന് പറഞ്ഞാ വന്നത്. അല്ല, തോമസ് സാർ നിന്നെ കണ്ടായിരുന്നോ? ഇല്ല. അദ്ദേഹത്തിന് മഹാലക്ഷ്മിയോട് ഇപ്പൊ ഭയങ്കര ദേഷ്യ. നിന്നെ വഞ്ചിച്ചോണ്ട് അദ്ദേഹം ഇപ്പൊ അവളെ പഴയ രീതിയിലല്ല കാണുന്നത്. അതെനിക്കറിയാം. ഇവിടെ വന്നപ്പം വളരെ മോശമായിട്ടാണ് സാർ അവളോട് സംസാരിച്ചത്. എന്നുവെച്ചാ അതുപോലെ ആരും പൊറുക്കാത്തൊരു തെറ്റാണല്ലോ അവള് നിന്നോട് ചെയ്തത്. അതെ. ഇതിനിടയ്ക്ക് നമ്മുടെ ഉണ്ണി എന്നെ വിളിച്ചായിരുന്നു. അവൾക്കൊപ്പം ആരോ കാറിൽ സഞ്ചരിക്കുന്നത് അവൻ കണ്ടെന്ന്. അവനായിരിക്കും അവളുടെ കുഞ്ഞിന്റെ അച്ഛൻ. അതേപറ്റിയൊക്കെ എന്തിനാ നമ്മൾ ചിന്തിക്കുന്നേ? അല്ല കണ്ണാ, മുൻപ് സാഗർ അവളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ടാ ഫൈനാൻസിയേഴ്സിലേക്ക് വന്നത്. അതെന്റെ നിർദ്ദേശപ്രകാരമായിരുന്നു. അതുപോലെ മറ്റാരെങ്കിലും ഇടയ്ക്ക് അവിടെ വന്നായിരുന്നോ? അവളുമായിട്ട് അങ്ങനെ ആരെങ്കിലും അടുപ്പത്തിലായിരുന്നോ? ഏയ്, അതേപറ്റിയൊന്നും എനിക്കറിയില്ല. അല്ല, നിനക്ക് ആരെയും സംശയമില്ലേ? ഇല്ല. എന്നാ എനിക്ക് സംശയം ഉണ്ടടാ നിന്നെ. ഞാൻ ഒരുപാട് ആലോചിച്ചു. എടാ, നമ്മൾ ആരും അറിയാതെ അവളുടെ മനസ്സ് കീഴടക്കിയത് ആരാണെന്ന്. ഒരാളെ ഞാൻ സംശയിക്കുന്നുണ്ട്. അതാരെയാ? അതുകൂടി പറയാനാ പുറത്തേക്ക് പോണോന്ന് ഞാൻ പറഞ്ഞത്. മഹാലക്ഷ്മിയെ മാത്രമല്ല, അവനെയും നമുക്കൊന്ന് കൈകാര്യം ചെയ്യണം. അല്ല, എന്നാ പിന്നെ പോവാം. അല്ല, നിനക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? സുമേഷ് ഏട്ടൻ പുറത്തിപ്പോണ്ട്. വേണ്ടടാ, ആരും വേണ്ട. നമ്മൾ രണ്ടാളും മതി. ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞല്ലോ. വാ. സുമേഷേട്ടാ, ഞാനൊന്ന് പോയി നോക്കട്ടെ. കാലൻ്റെ അടുത്തേക്കല്ലേ സാറ് പോയിരിക്കുന്നത്? സുമേഷ് ഏട്ടാ, ഞങ്ങൾ രണ്ടാളും കൂടെ ഒന്ന് പുറത്തേക്ക് പോവാം. സുമേഷ് ഏട്ടൻ വരണ്ട, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വന്നതിന് ശേഷം എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടുവിടണം. അല്ല, ഞാനും കൂടെ വരട്ടെ സാറേ? വേണ്ട, മേഘൻ എന്നോടെന്തോ പേഴ്സണലായിട്ട് സംസാരിക്കാനുണ്ടെന്ന്.
ഇവനിപ്പോ കുഴപ്പമൊന്നുമില്ല. ഇവൻ ഡ്രൈവ് ചെയ്തോളെന്നാ പറയുന്നത്. സാറേ, മേഘൻ സാറിന് സുഖമില്ലാത്തതല്ലേ? ഓ അപ്പൊ പിന്നെ ഡ്രൈവറായ ഞാൻ കൂടെ വന്നാൽ എന്താ സാറേ കുഴപ്പം? ദേ, സുമേഷ് ഏട്ടന്റെ ബോസാണ് കണ്ണൻ. അങ്ങനെയുള്ളപ്പോ അവൻ ഒരു കാര്യം പറഞ്ഞാൽ അത് അനുസരിക്കണം. അതല്ലാതെ അതിനെ കയറി ചോദ്യം ചെയ്യാൻ നിൽക്കരുത്. അല്ലേ കണ്ണ? ആ സുമേഷ് ഏട്ടാ, ഞങ്ങൾ പോയിട്ട് വരാം.